എന്നെ സംബന്ധിച്ച് അതല്ല ചർച്ച. ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി പറയണം, ഞാൻ SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരാണ്, ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ്, ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് ഞാൻ വാങ്ങാൻ തയ്യാറല്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വെക്കുകയാണ്. ആരെങ്കിലും വോട്ട് തരാൻ തുനിഞ്ഞാൽ വേണ്ടെന്ന് ആരും പറയാറില്ലല്ലോ. പറയണമല്ലോ. ഈ രാജ്യം തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്ന ലോക രാജ്യങ്ങളിലെ ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നാടിനെ മുച്ചൂടും മുടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള, ഇതിന്റെ തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ലാൽകൃഷ്ണ അദ്വാനിജിയെ കൊലപ്പെടുത്താൻ വേണ്ടി ബോംബ് സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, നമ്മുടെ പാനായിക്കുളത്തും വാഗമണ്ണിലും ബസ് കത്തിക്കാൻ നേതൃത്വം കൊടുത്ത, വാഗമണ്ണിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ക്യാമ്പ് ഒരുക്കിയ, ഇന്ന് NIA ഉദ്യോഗസ്ഥൻ വന്ന് അടച്ചുപൂട്ടിയിട്ടുള്ള, ഇവിടുത്തെ ഗ്രീൻ വാലിക്ക് വേണ്ടിയിട്ട് വാദിച്ച, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് UDF സ്ഥാനാർത്ഥി പാലക്കാട് മുന്നോട്ട് പോകുന്നത്? ആ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാലാകാലമായിട്ട് BJPയും UDFും തമ്മിൽ നടക്കുന്ന ഈ ഫൈറ്റിൽ, ഈ യുദ്ധത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് ഞാനായതുകൊണ്ട് അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം LDF സ്ഥാനാർത്ഥിയെ കണക്കാക്കുന്നേയില്ല. അല്ല, ഇവിടെ കാലാകാലമായിട്ട് ഒരു 2016 ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു 10-15 വർഷത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പിന് നേതൃത്വം കൊടുത്ത ശ്രീമാൻ NN കൃഷ്ണദാസ് പോലും ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു കക്ഷിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്?